ഓശാന വീഥിയിലൂടെ കടന്ന് യേശു ജെറുസലേം പട്ടണത്തെ നോക്കി വിലപിച്ച സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. കൂടാതെ ഗെത്സമേൻ തോട്ടവും അവിടുത്തെ പള്ളിയായ ചർച്ച് ഓഫ് ഓൾ നേഷൻസും മറ്റൊരു പേരായ ബസിലിക്ക ഓഫ് ആഗണിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയർ ചെയ്യണേ. ഈ കാണുന്നതെല്ലാം യൂതന്മാരുടെ കല്ലറകളാണ്. ഡോമിനസ് ഫ്ലെവിറ്റ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം കർത്താവ് കരഞ്ഞു എന്നാണ്. ലൂക്ക 19 അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പള്ളിയുടെ ബലിപീഠത്തിന് പിന്നിലുള്ള വലിയ ജനൽ ചില്ലിലൂടെ ജെറുസലേം നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. കൂടാതെ ടെമ്പിൾ ഓഫ് മൗണ്ടും നമുക്ക് കാണാവുന്നതാണ്. സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് യേശു ക്രിസ്തു അതിന് ശേഷിക്കാതെ അവശേഷിക്കും എന്ന് പറയുന്നത്. യേശുവിനെ കുരിശ് തറച്ചപ്പോൾ യേശുവിനെ തലയിൽ തറച്ച മുള്ളാണ് ഇങ്ങനെയുള്ള മരത്തിൽ നിന്നാണ് വെട്ടിയെടുത്ത് ഉടനെ ജൂഡൈൻ സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. ഇതല്ല, അതോടൊപ്പം ചുരുവിച്ചിരിക്കുന്നതാണ്. ആ ജൂഡൈൻ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വെട്ടിയെടുത്ത ഒരു മുള്ള് പെട്ടെന്ന് ചുറ്റിയുണ്ടാക്കി കളിയാക്കാൻ വേണ്ടി വെച്ചതാണ് ആ കാര്യങ്ങൾ. ആ മരമാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരു മരമാണ് ആ മുള്ളിൽ നമുക്ക് കാണാൻ ഇറ്റാലിയൻ ആർക്കിടെക്റ്റായ അന്റോണിയോ ബാർലൂസിയാണ് ഈ ദേവാലയം രൂപകൽപ്പന ചെയ്തത്. 1955 ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് ഓശാനപാടി എല്ലാവരും ഇവിടെ വന്നിട്ട് ഈശോ ഈ സ്ഥലത്ത് നിന്ന് പള്ളി നോക്കി കരയുന്നു. ജെറുസലേം പഴയ നഗരത്തിൽ ഒലിവ് മലയുടെ പടിഞ്ഞാറൻ ചരിവിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത യേശുവിൻ്റെ കണ്ണുനീരിനെ സൂചിപ്പിക്കുന്നതിനായി കണ്ണുനീർ തുള്ളിയുടെ ആകൃതിയിലാണ് ഈ ചെറിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് റോമൻ കത്തോലിക് ചർച്ച് ആണ്. ഇനി പോകുന്നത് ഗെത്സമേൻ തോട്ടത്തിലേക്കാണ്. 12 രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിച്ചതിനാൽ സാർവദേശിക ദേവാലയം അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഓൾ നേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗെത്സമേൻ തോട്ടത്തിൻ്റെ അടുത്ത് കാണുന്ന പള്ളിയാണ് ദ ബസിലിക്ക ഓഫ് ആഗണി. ഗെത്സമേൻ തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒലിവ് മരമെന്നാണ് കരുതപ്പെടുന്നത്. ഈ മരത്തിന് ഏറെ പഴക്കമുണ്ട്. ആക്രമണത്തെ തുടർന്ന് വെട്ടി നശിപ്പിച്ചെങ്കിലും ഈ മരങ്ങൾ നശിയാതെ വേരിൽ നിന്നും വീണ്ടും കിളിർത്ത് വരികയായിരുന്നു. ഇപ്പോഴും ഈ മരങ്ങൾ വളരെ പച്ചപ്പോടാണ് നിൽക്കുന്നത്. യേശുവിൻ്റെ പീഡാനുഭവത്തെ നിശബ്ദമായി പ്രഘോഷിക്കുകയാണ് ഈ ഒലിവ് മരങ്ങൾ. അർജന്റീന, ബെൽജിയം, ബ്രസീൽ, കാനഡ, ചിലി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, മെക്സിക്കോ, സ്പെയിൻ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവയാണ് ആ 12 രാജ്യങ്ങൾ. ഈ പള്ളിയിലേക്കുള്ള മൊസൈക്ക് ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് ഹംഗറി, ഫിൻലൻഡ്, പോളണ്ട് എന്നിവയാണ്.
യേശുക്രിസ്തു താൻ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ തൻ്റെ പിതാവിനോട് രക്തം വിയർപ്പാക്കി പ്രാർത്ഥിച്ച സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കല്ലേറ് ദൂരം മാറിയിരുന്നു വ്യാകുലനാകാൻ തുടങ്ങിയ പാറയാണിത്. ഈ പാറയിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അർപ്പിക്കണമെന്ന്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ച സ്ഥലത്താണിപ്പോൾ നമ്മൾ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നിയോഗങ്ങളെ നമുക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. പത്രോസും പ്രിയപ്പെട്ടവരും ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് നാം നടന്നു വന്ന വഴിയിൽ ആ ഒലിവ് തോട്ടത്തിൻ്റെ ഇടയിലാണ് അവരായിരുന്നത്. ഈശോ ചോര വാർന്ന് ചോര വിയർപ്പായി പ്രാർത്ഥിച്ച സ്ഥലമാണ്. ഇത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചതുമായ പാറയാണ്. അവിടെ അടച്ചു കളഞ്ഞു. അപ്പം പഴയ നിയമത്തിലെ പ്രവചനം പൂർത്തിയായി, രക്ഷകൻ പ്രവേശിച്ചു. അതതിൻ്റെ ഗോൾഡൻ ഗേറ്റ് അല്ലേ? ഗോൾഡൻ ഗേറ്റ്. Called Zion Gate. Now we are going to this place, but let me just wait till everybody comes.